ബാലഗോപാലിന്റെ പെട്ടിയിൽ എന്തൊക്കെ? രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് പ്രഖ്യാപനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് നമ്മൾ. വരിഞ്ഞു മുറുക്കുന്ന ധനപ്രതിസന്ധിക്കിടയിൽ ജനക്ഷേമ പ്രഖ്യാപനങ്ങളും വികസന പദ്ധതികളും ഉൾക്കൊള്ളുന്നതാകും ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റ് എന്നാണ് വിവരം. യൂസർ ഫീ ഈടാക്കിക്കൊണ്ടുള്ള കിഫ്ബി പദ്ധതികളുടെ പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമോ എന്നതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ബജറ്റ് അവതരണത്തിന് മുൻപ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് സഭയിൽ വെക്കും. വി അരുണും ഒപ്പം ഡാൻ കുര്യനും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം അരുണിലേക്ക്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഒന്ന്, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ്. ഈ വർഷം അവസാനത്തോടെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതായത് ഏറ്റവും സാധാരണക്കാരെ സ്വാധീനിക്കാൻ ഏറ്റവും അധികം കഴിയുന്ന ഒരു അവസരം. അതിനടുത്ത വർഷം വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ആ തരത്തിൽ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടൊരു ബജറ്റ് എന്നാണ്. പക്ഷേ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയാണെങ്കിൽ അതിന് അത്ര അനുകൂലവുമല്ല. അപ്പോ ഒരു മാജിക് വേണം. അതെന്ത് മാജിക് ആയിരിക്കും? തീർച്ചയായിട്ടും അത് തന്നെയാണ് കേരളം ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. എന്തു മാജിക്കാണ് കെ.എൻ. ബാലഗോപാൽ എന്ന ധനമന്ത്രിക്ക് കേരളത്തിന്റെ നിയമസഭയിൽ ഇന്ന് അവതരിപ്പിക്കാനുള്ളത്? കാരണം പിണറായി സർക്കാർ സമ്പൂർണ്ണ ബജറ്റ് എന്ന് പറയുമ്പോൾ ഒരു തവണ കൂടി ബജറ്റ് അവതരിപ്പിക്കാൻ കെ.എൻ. ബാലഗോപാലിന് ഈ സർക്കാരിന്റെ കാലത്ത് അവസരമുണ്ടാകും. അത് അടുത്ത മാർച്ചിലാണ്. പക്ഷേ അപ്പോഴേക്കും കേരളം ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാകും. മാത്രമല്ല അടുത്ത സർക്കാരാണ് ഇതിന്റെ പല നിർദ്ദേശം നടപ്പാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കൽ ഉണ്ടാകില്ല. പകരം ഓട്ടോ ഓൺ അക്കൌണ്ട് പാസാക്കി സഭ പിരിയുകയാകും അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ഇടതുമുന്നണിക്ക് ഏത് പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വലിയ അനുകൂലമായ ഒരു അന്തരീക്ഷം അവർ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അത് ഇത്തവണ അവർ ആഗ്രഹിക്കുന്നു. യഥാർത്ഥ സെമി ഫൈനലെന്ന് വിശേഷിപ്പിക്കാവുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പരമാവധി ജനങ്ങളെ ഒപ്പം നിർത്തണം. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അമ്പേ പരാജയപ്പെട്ടതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾക്ക് അപ്പുറത്തേക്ക് പാവപ്പെട്ട ജനങ്ങളെ എക്കാലവും ഇടതുമുന്നണി ചേർത്ത് പിടിക്കുന്ന സാധാരണക്കാരെ മുന്നണിയിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് അകറ്റിയത് ക്ഷേമ പെൻഷൻ വിതരണത്തിലുണ്ടായ വലിയ പിശകുകളാണ്, വലിയ പ്രതിസന്ധികളാണ്. അത് CPM അന്ന് തിരിച്ചറിഞ്ഞതാണ്. പെൻഷൻ കൊടുക്കാതെ ജനങ്ങളെ ചേർത്ത് നിർത്തി ക്ഷേമ പെൻഷനിലൂടെ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ അധികാരത്തിലെത്തിയ ഒരു സർക്കാരിന് അവർ അതിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ ജനം വലിയ തിരിച്ചടിയാണ്, മുഖത്തടിയാണെന്ന് CPM-നും ഇടതുമുന്നണിക്കും കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ക്ഷേമ പെൻഷൻ ഇപ്പോൾ മാസാമാസം നൽകുന്നുണ്ട്. അപ്പോഴും അത് പെൻഡിംഗ് ഉണ്ട്. 2-3 മാസത്തെ പെൻഡിംഗ് ഇപ്പോഴും ഉണ്ട്. അത് കൃത്യതയിൽ എത്തിക്കണം. അതിനും അപ്പുറത്തേക്ക് ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കണം, അത് വർദ്ധിപ്പിക്കണം. അതില്ലാതെ സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ല. 100 മുതൽ 180 രൂപ വരെയെങ്കിലും ഈ ബജറ്റിൽ ഇന്നത്തെ കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗത്തിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു വിഭാഗം ജനങ്ങൾ അത് കാത്തിരിക്കുന്നു. മാത്രമല്ല കൃത്യമായ ആ പെൻഷൻ നൽകാനുള്ള പണവും ബാലഗോപാൽ ധനവകുപ്പ് കണ്ടെത്തേണ്ടതുണ്ട്. ക്ഷേമ പെൻഷൻ പ്രധാനപ്പെട്ടൊരു ആയുധമാണ്, അവസരമാണ് ഇടതുമുന്നണിക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. മറ്റൊന്ന്, ഇടതുമുന്നണി എക്കാലവും അവർക്ക് ശക്തി നൽകുന്ന ഒരു ജനവിഭാഗമാണ് സർക്കാർ ജീവനക്കാർ. ലക്ഷങ്ങൾ വരുന്ന ജീവനക്കാരും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാർ ജീവനക്കാർ സർക്കാരിനോട് പഴയതുപോലൊരു പ്രതിപത്തി ഇപ്പോൾ ഇല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം സർക്കാർ ജീവനക്കാർ ഇടതുമുന്നണിയെ, CPM-നെ, ഇടതുപക്ഷത്തെ കൈവിട്ടു എന്ന വലിയൊരു വിരോധത്തിൽ CPM-നും ഇടതുമുന്നണിക്കുമുണ്ട്. അതുകൊണ്ട് സർക്കാർ ജീവനക്കാരെ ചേർത്തുപിടിക്കണം, അവരെ ഒപ്പം നിർത്തണം. അവരുടെ ഒരു ഗഡു ബാക്കി അവർക്ക് നൽകാനുള്ള DA അടക്കമുള്ള അലവൻസുകളുടെ ഒരു ഗഡുവെങ്കിലും ഈ പെൻഷനിൽ, ഈ ബജറ്റിൽ നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവർ അത് പ്രതീക്ഷിക്കുന്നു. പല നിവേദനങ്ങളുമായി അവർ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ എല്ലാ സർക്കാരുകളുടെ കാലത്തും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കാറുണ്ട്. കേന്ദ്രം ഇതിനകം നമുക്കറിയാം ഈ കഴിഞ്ഞ ബജറ്റിൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തും ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരേണ്ടതുണ്ട്. അതിന്റെ പ്രഖ്യാപനവും ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കെ.എൻ. ബാലഗോപാൽ കഴിഞ്ഞ ദിവസം നമ്മോട് സംസാരിക്കുമ്പോഴും അതുപോലെ നിയമസഭയിൽ മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞതുപോലെ സർക്കാർ നൽകേണ്ടത് നൽകും, അത് അധികവും നൽകും. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്കുള്ള സഹായങ്ങൾ ഈ സർക്കാർ നൽകും. അങ്ങനെ നൽകണമെങ്കിൽ അതിനുള്ള അവസാന അവസരമാണ് ഈ സർക്കാരിന് ഈ ബജറ്റ്. അതുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ആനുകൂല്യങ്ങൾ വാരിക്കോരി വിതരണം ചെയ്യുന്ന, വാരിക്കോരി പ്രഖ്യാപിക്കുന്ന ഒരു ക്ഷേമ ബജറ്റായി ഇത് മാറുമെന്ന് തന്നെയാണ്
പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. രാഷ്ട്രീയമായി കൂടി അത് ഇടതുമുന്നണിക്ക് അനിവാര്യമാണ്. നിരവധി പ്രതിസന്ധികൾ, നിരവധി പ്രശ്നങ്ങൾ മുന്നണിക്കുള്ളിലുണ്ട്. രാഷ്ട്രീയമായി സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ കൂടെ നിർത്താൻ പരമാവധി ക്ഷേമം പ്രദാനം ചെയ്യണം. മറ്റൊന്ന് ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ കിഫ്ബി റോഡുകളിലെ ടോൾ അഥവാ യൂസർ ഫീ പിരിവാണ്. ടോൾ എന്ന വാക്ക് സർക്കാർ ഉപയോഗിക്കില്ല. അതിനുള്ള നിയമനിർമ്മാണം അവസാന ഘട്ടത്തിലേക്കാണ്. നിയമവകുപ്പിന് മുന്നിൽ ഫയൽ എത്തിയിട്ടില്ല. പക്ഷേ അധികം വൈകാതെ അതെത്തും. ഒരു പക്ഷേ ഈ സഭാ സമ്മേളനത്തിന്, ഈ ബജറ്റ് സമ്മേളനത്തിന് റോഡുകളിൽ നിന്ന്, അതായത് 50 കോടിയിൽ മുകളിൽ തുക ചെലവഴിച്ച് കിഫ്ബി നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ കൂടി ഉണ്ടാകാം. അതൊരു നയപരമായ തീരുമാനമാണ്. അത് ബജറ്റിലും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകാമെന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു. കിഫ്ബി എങ്ങനെയാണ് സർക്കാർ കണക്കാക്കാൻ പോകുന്നത്, കിഫ്ബിയുടെ പ്രവർത്തനം എങ്ങനെയാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, അതിന് കൃത്യമായ ദിശാസൂചിക ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകും. കിഫ്ബിയെ ലാഭകരമാക്കണം. ലാഭകരമാക്കാതെ കിഫ്ബിക്ക് വായ്പ എടുത്ത് മാത്രം പിടിച്ചെടുക്കാനാകില്ല എന്ന കേന്ദ്രം വ്യക്തമാക്കി കഴിഞ്ഞു. ആ കേന്ദ്ര നിലപാട് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയാണ്. അത് മറികടക്കാൻ കിഫ്ബിയെ ആദായകരമാക്കാനുള്ള ടോൾ മാത്രമല്ല മറ്റു പല പദ്ധതികളും ഈ ബജറ്റിൽ ഉണ്ടാകും. സ്വകാര്യ സർവകലാശാല പ്രഖ്യാപിച്ചു കഴിഞ്ഞു സർക്കാർ. ആ നയത്തിലേക്ക് സർക്കാർ നീങ്ങുന്നു. അതിന്റെ നിയമനിർമ്മാണത്തിലേക്ക് സർക്കാർ കടക്കുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിക്ക് ഭരണത്തിൽ തുടർച്ചയുണ്ടാകാൻ ഏറ്റവും ശക്തമായ പിന്തുണ നൽകിയത് കേരള കോൺഗ്രസ് എം ആണ്. അവർക്ക് അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി റബ്ബറിന്റെ വിലയാണ്. റബ്ബർ വിലയിൽ ഏത് തരത്തിലാണ് കേന്ദ്രം പൂർണ്ണമായി അവഗണിച്ചു എന്ന പരാതിനകം ഉയർന്നു വന്നു കഴിഞ്ഞു. ആ വിഷയത്തിൽ എങ്ങനെയാണ് ഈ ബജറ്റ് സമീപിക്കുക, റബ്ബറിന്റെ താങ്ങുവില അടക്കം വർദ്ധിപ്പിക്കുമോ, സംഭരണ വില വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ വ്യക്തമായ ഒരു സൂചന ഈ ബജറ്റ്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ടത് 9 മണിക്ക് കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴാണ്. അതിനു മുൻപ് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7:10 ആവുന്നു. ഡാൻ,